BLM, Kerala, Tamil Nadu, Pondicherry. രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹിയിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് തങ്ങളെന്ന് DMK. മുഖപത്രമായ മുരസൊലിയിലാണ് DMK ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗത്തിന്റെ മുന്നോടിയായി കഴിഞ്ഞ ദിവസമായിരുന്നു ദില്ലിയിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ഫ്ലെക്സ് പ്രതിഷേധം നടന്നത്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പരിഹസിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ദില്ലി നഗരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. പാർട്ടി പ്രവർത്തകരുടെ വികാരം അറിയിക്കാനാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് എന്നാണ് മുഖപത്രത്തിൽ പറയുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം തുടങ്ങുന്നതിന് 3 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഡൽഹിയിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളായ ശരത് പവാർ, മമതാ ബാനർജി തുടങ്ങിയവർ സഖ്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളായിരുന്നു ഫ്ലെക്സ് ബോർഡുകളിൽ ഉണ്ടായിരുന്നത്. സ്ഥിരതയില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്നായിരുന്നു ഫ്ലെക്സിലെ പ്രധാന വിമർശനം. MK സ്റ്റാലിൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, പിണറായി വിജയൻ, ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവരുടെ ചിത്രങ്ങളോട് കൂടിയുള്ള വിമർശനം ബോർഡുകളും വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിരുന്നു. ഇവ ആരാണ് സ്ഥാപിച്ചത് എന്ന് നേരത്തെ വ്യക്തമായിരുന്നില്ല. തമിഴ്നാട്ടിൽ DMK പരാജയപ്പെട്ടതിന് പിന്നാലെ സഖ്യകക്ഷിയായ കോൺഗ്രസ് TVK സർക്കാരിൽ ചേർന്നിരുന്നു. ഇതിന് പിന്നാലെ DMK ഇന്ത്യ സഖ്യത്തിൽ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലും DMK പങ്കെടുത്തിരുന്നില്ല. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് തങ്ങളെ വഞ്ചിച്ച് വിജയ്ക്ക് കൈകൊടുത്ത് സർക്കാർ ഉണ്ടാക്കിയെന്നും അതിനാൽ കോൺഗ്രസ് പങ്കെടുക്കുന്ന ഒരു യോഗത്തിലും തങ്ങൾ ഭാഗമാകില്ലെന്നാണ് MK സ്റ്റാലിനും DMKയും പ്രഖ്യാപിച്ചിരുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയർന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.